എല്ലാവർക്കും മീഡിയ3 മലയാളം എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമവുമായി ബന്ധപ്പെട്ട ഒരു സബ്ജക്റ്റാണ്. ഒരുപക്ഷെ നിങ്ങൾ ആ ടൈറ്റിൽ കണ്ടായിരിക്കാം ഇത് കാണാനും കേൾക്കാനും ആഗ്രഹിച്ചത്. ലോ ഓഫ് അട്രാക്ഷനുമായി ബന്ധപ്പെട്ട് ഒത്തിരി വീഡിയോകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം, അതിൽ പറയുന്നതൊക്കെ പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാവാം. എന്നാൽ കുറച്ച് പേർക്ക് മാത്രമേ അതിൽ റിസൾട്ട് കിട്ടിയിട്ടുള്ളൂ. കൂടുതൽ പേർക്കും റിസൾട്ട് കിട്ടുന്നില്ല എന്ന പരാതിയും ഉണ്ടാകാം. എന്തുകൊണ്ടാണ് കുറച്ചു പേർക്ക് മാത്രം റിസൾട്ട് കിട്ടുകയും കുറച്ചു പേർക്ക് റിസൾട്ട് കിട്ടാതിരിക്കുകയും ചെയ്യുന്നത്? വിശദമായി തന്നെ നമുക്ക് അതിനെക്കുറിച്ച് മനസ്സിലാക്കാം. ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ പൂർണ്ണമായും നിങ്ങൾക്ക് മനസ്സിലാകും, ഇതായിരുന്നോ റിസൾട്ട് കിട്ടാത്തതിൻ്റെ കാരണം എന്ന്. ഇവിടെ പ്രധാനമായി 2 ചോദ്യങ്ങളാണുള്ളത്. ഒന്ന്, എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം? ഇത് സത്യമാണോ? ഇതാണ് നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, നമ്മൾ ആഗ്രഹിക്കുന്നതെന്തും ആകർഷണ നിയമത്തിലൂടെ നമുക്ക് നേടിയെടുക്കാൻ കഴിയുമോ എന്നതാണ്. ഈ 2 ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരം ഉദാഹരണ സഹിതം ഇവിടെ പറയുകയാണ്. ആദ്യം നമ്മൾ ലോ ഓഫ് അട്രാക്ഷൻ എന്താണ് എന്ന് അറിഞ്ഞേ മതിയാവും. അതിനുശേഷം ലോ ഓഫ് അട്രാക്ഷൻ ഉപയോഗിച്ച് ആഗ്രഹങ്ങൾ എങ്ങനെ നേടിയെടുക്കാമെന്നും മനസ്സിലാക്കാം. ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമത്തിന് ജീവിതവുമായി അടുത്ത ബന്ധമുള്ളത് കൊണ്ട് തന്നെ അത് കൃത്യമായി എല്ലാവരും അറിഞ്ഞിരിക്കാൻ ശ്രമിക്കുക. പൊതുവേ നമ്മൾ കേൾക്കുന്ന ഒരു ചൊല്ലുണ്ട്, എല്ലാവരും രക്ഷപ്പെട്ടു പോകുന്നു, എനിക്ക് മാത്രം എന്നും പരാജയങ്ങൾ മാത്രമേ ദൈവം തരുന്നുള്ളൂ എന്ന്. ഇത് ഒരു നെഗറ്റീവ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. കഴിയുന്നതും ഇനി ആരും ഇങ്ങനെ പറയാതിരിക്കുക. നിങ്ങൾക്ക് വേണ്ടത് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം തരും എന്ന് ഉറച്ച് വിശ്വസിക്കുക. വിശ്വസിച്ചാൽ മാത്രം മതി. നിങ്ങൾ ചെയ്യേണ്ട പകുതി ജോലി കഴിഞ്ഞുവെന്നും മനസ്സിലാക്കുക. ഈ വീഡിയോ കാണുന്നവരിൽ സന്തോഷത്തോടെ ഇരിക്കുന്നവരും പല രീതിയിലുള്ള വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുമുണ്ടാകാം. വിഷമങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾക്ക് വേണ്ടി ഒരു സന്തോഷ വാർത്ത ഈശ്വരൻ തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയാണ് എന്നും എത്രയും വേഗം അത് നിങ്ങളിലേക്ക് എത്തുമെന്നും മാത്രം വിശ്വസിക്കുക. ഇപ്പോൾ തൽക്കാലം ഒരു പ്രാർത്ഥന പോലെ അങ്ങനെ വിശ്വസിക്കുക. ഇനി നമുക്ക് ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമത്തിൻ്റെ കൂടുതൽ വിവരങ്ങൾ മനസ്സിലാക്കാം. ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമം എന്നത് ജാതി മത വ്യത്യാസമില്ലാത്ത ഏതൊരാൾക്കും മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു ശാസ്ത്രമാണ്. ശാസ്ത്രമെന്ന് പറയാമോ എന്ന കാര്യം ചിന്തനീയമാണ്. ഒരു പ്രത്യേക സ്വഭാവമുള്ള ഒരു ഫിലോസഫിയാണ്, ഒരു തത്വശാസ്ത്രമാണ് എന്ന് പറയാം. ഇത് കേട്ട് നിങ്ങൾ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് കാര്യത്തിലേക്ക് വരാം. ഇതിന് ശാസ്ത്രീയമായ തെളിവുകളില്ല എന്നതുകൊണ്ട് ശാസ്ത്രം ലോ ഓഫ് അട്രാക്ഷനെ സ്യൂഡോ സയൻസ് അഥവാ കപടശാസ്ത്രം എന്ന് വിളിക്കുന്നു. എന്തുകൊണ്ടാണ് ഇതിനെ കപടശാസ്ത്രം അഥവാ സ്യൂഡോ സയൻസ് എന്ന് വിളിക്കുന്നത് എന്ന് ചോദിച്ചാൽ അതിനെക്കുറിച്ച് അല്പമൊന്ന് നമുക്ക് മനസ്സിലാക്കിയ ശേഷം വിഷയത്തിലേക്ക് വരാം. Pseudoscience is a broad category of beliefs, statements or practices that claim to be scientific but are not compatible with the scientific method. കപടശാസ്ത്രം എന്നത് ശാസ്ത്രീയമെന്ന് അവകാശപ്പെടുന്നുണ്ട്, എന്നാൽ ശാസ്ത്രീയ രീതിയുമായി പൊരുത്തപ്പെടാത്തതായ വിശ്വാസങ്ങളുടെയും പ്രസ്താവനകളുടെയും ആചാരങ്ങളുടെയും വിശാലമായ ഒരു വിഭാഗമാണ്. അതുകൊണ്ടാണ് ഇതിനെ കപടശാസ്ത്രം എന്ന് വിളിക്കുന്നത്. ശാസ്ത്രവുമായി ഇതിലെ കാര്യങ്ങൾക്ക് പൊരുത്തപ്പെടാൻ കഴിയില്ല. ഇനി അത് എന്താണെന്ന് കൂടെ ഒന്ന് മനസ്സിലാക്കാം. ഇതൊക്കെ അറിയാതെ നമുക്ക് കാര്യത്തിലേക്ക് വന്നാൽ അത് ശരിയാവില്ല എന്നതുകൊണ്ടാണ് ഇതൊക്കെ പറയുന്നത്. മനസ്സിലാക്കാൻ ശ്രമിക്കുക. ലോ ഓഫ് അട്രാക്ഷൻ 10 പേർ പ്രാക്ടീസ് ചെയ്താൽ ചിലപ്പോൾ 2 പേർക്ക് മാത്രമേ റിസൾട്ട് ലഭിക്കൂ, ഫലം കിട്ടുന്നുള്ളൂ. ബാക്കിയുള്ള 8 പേർക്ക് റിസൾട്ട് ഇല്ല. എന്തുകൊണ്ട് റിസൾട്ട് ഇല്ല എന്ന കാര്യത്തിലേക്ക് പിന്നീട് വരാം. ഇനി പറയുന്ന കാര്യങ്ങൾ കൂടെ ഒന്ന് മനസ്സിലാക്കി വെക്കുക. ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമത്തിൽ പ്രവർത്തിക്കുന്നത് ഒരു എനർജിയാണ്, ഒരു ഊർജമാണ്. അതിനെ നമുക്ക് കാണാൻ കഴിയില്ല, ഇൻവിസിബിൾ ആണ്, വിസിബിൾ അല്ല. എന്നാൽ അനുഭവിക്കാൻ കഴിയും. പക്ഷെ മറ്റുള്ളവർക്കത് അനുഭവിപ്പിച്ചു കൊടുക്കാനും കഴിയില്ല. അതിൻ്റെ രീതികൾ പറഞ്ഞു കൊടുക്കാം, ബാക്കി സ്വയം മനസ്സിലാക്കി ചെയ്യേണ്ട ഒന്നാണ്. ഒരു ഉദാഹരണം പറയാം. സ്നേഹം. എന്താണ് സ്നേഹം എന്ന് ചോദിച്ചാൽ നിർവചനങ്ങൾ ധാരാളം കൊടുക്കാം. അതാണ് സ്നേഹം, ഇതാണ് സ്നേഹം എന്നൊക്കെ പറയാം. പക്ഷേ എങ്ങനെയാണെന്ന് പറയാൻ പറ്റില്ല. അത് സ്വയം അനുഭവിക്കണം. അനുഭവിപ്പിച്ചു കൊടുക്കാനും കഴിയില്ല.
രണ്ടുപേർ തമ്മിൽ സ്നേഹിക്കുമ്പോൾ സ്നേഹത്തിൻ്റെ ശക്തി, എനർജി എത്ര വലുതാണെന്ന് സ്വയം ബോധ്യപ്പെടും. അതൊരിക്കൽ കിട്ടിയിട്ട് പിന്നീട് പെട്ടെന്ന് കിട്ടാതിരിക്കുമ്പോൾ ഉണ്ടാകുന്ന വേദനയിൽ നിന്നും സ്നേഹത്തിൻ്റെ ശക്തിയുടെ വ്യാപ്തി, ആഴം എത്രയാണെന്നും എന്താണെന്നും കൃത്യമായി ഒരാൾക്ക് ബോധ്യപ്പെടും. സ്നേഹത്തിൻ്റെ എനർജി അങ്ങനെ മറഞ്ഞിരിക്കുന്നത് പോലെ ലോ ഓഫ് അട്രാക്ഷൻ അഥവാ ആകർഷണ നിയമത്തിലെ എനർജിയും സ്നേഹത്തേക്കാൾ 1000 മടങ്ങ് ശക്തിയുമായി നമുക്ക് ചുറ്റും മറഞ്ഞിരിക്കുന്നു. ഈ പ്രപഞ്ചത്തിൽ എവിടെയും ലോ ഓഫ് അട്രാക്ഷൻ എനർജി നിറഞ്ഞിരിക്കുന്നുമുണ്ട്. മനുഷ്യരായിട്ടുള്ള എല്ലാവർക്കും ലോ ഓഫ് അട്രാക്ഷൻ അഥവാ പ്രപഞ്ചശക്തിയെ അറിയാനും റിസൾട്ട് ലഭിക്കുമെന്ന കാര്യത്തിലും ഒരു മാറ്റവുമില്ല. അങ്ങനെ അറിയാൻ കഴിയുമ്പോഴും അത് മനസ്സിലാക്കുമ്പോഴുമാണ് നമ്മുടെ ഉള്ളിലും ലോ ഓഫ് അട്രാക്ഷൻ്റെ എനർജി പ്രവർത്തിച്ച് തുടങ്ങുന്നതും അതിൻ്റെ ഫലമായി നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നതും. അത് നന്നായി പ്രാക്ടീസ് ചെയ്യണമെന്ന് മാത്രം. നമുക്ക് ചുറ്റിലുമുള്ള ആ എനർജിയെ നമ്മൾ നമുക്ക് വേണ്ടി മാറ്റുകയാണ് വേണ്ടത്. ഇതാണ് ലോ ഓഫ് അട്രാക്ഷൻ എനർജിയെക്കുറിച്ച് ഒരു ഏകദേശ ധാരണ തരാനുള്ളത്. അപ്പോൾ എന്താണ് ലോ ഓഫ് അട്രാക്ഷൻ എനർജി എന്ന് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇനി നമുക്ക് നോക്കേണ്ടത് ലോ ഓഫ് അട്രാക്ഷൻ എനർജി ഉപയോഗിച്ച് നമ്മുടെ ആഗ്രഹങ്ങളെ എങ്ങനെ നേടിയെടുക്കാമെന്നാണ്. അതിനെക്കുറിച്ചുള്ള കാര്യങ്ങൾ പറയണമെങ്കിൽ കുറച്ചധികം സമയം ആവശ്യമാണ്. ഈ വീഡിയോയിൽ അതും കൂടെ ഉൾപ്പെടുത്താൻ കഴിയില്ല. അതിനാൽ ഈ വീഡിയോയുടെ 2ാം ഭാഗമായ അടുത്ത വീഡിയോയിൽ വിശദമായി തന്നെ നോക്കാം. കൂടാതെ മീഡിയ 3 മലയാളം എന്ന ഈ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റുള്ളവരിലേക്കും ഇത് ഷെയർ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ബോക്സിൽ കൃത്യമായി എഴുതുക. ലൈക്കും ഷെയറും ചെയ്യുക. ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. നമസ്കാരം.